ഒരു പട്ടിക്കാട്ടിൽ ദേവിയുടെ പൂജ നടത്താനായി ഒരു കുട്ടിയെ ബലി കൊടുക്കുന്നു. ഇത് കണ്ടുകൊണ്ടുനിന്ന് തിന്നൻ അത് എതിർക്കുകയും അവൻ ശിവനെ കൊല്ലുമെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട് ആകാശത്തിരിക്കുന്ന ശിവൻ ഇവനെ എന്റെ ഏറ്റവും വലിയ ഭക്തനാക്കുമെന്ന് പാർവതിയോട് പറയുന്നു. പാർവതി തെക്കോട്ട് നോക്കി നടക്കാൻ പറയുന്നു. 25 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം തിന്നൻ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ നിമിലി എന്നൊരു പെണ്ണിന്റെ കുളിസീൻ കാണുന്നു. കണ്ടപാടെ അവൻ അവളുടെ ക്രഷ് അടിക്കുന്നു. ശിവഭക്തിയായിരുന്ന അവളുടെ ജോലി ഏതു നേരവും കുളിച്ച് ശിവനെ പ്രാർത്ഥിച്ച് പാലും പഴവും കൊടുക്കുക എന്നതായിരുന്നു. പാലും പഴവും എടുത്ത് തിന്നുന്നത് തിന്നൻ പതിവാക്കി. എന്നും അവൾ വായുലിംഗത്ത് സ്വപ്നം കാണാറുണ്ട്. ഇതിനിടെ ചില കാട്ടുവാസികൾ അവരുടെ ദൈവത്തെ തട്ടിയെടുത്ത് കൊണ്ടുപോകുവാനും അവിടേക്ക് വന്നപ്പോൾ തിന്നൻ അവർക്ക് വഴി കാട്ടിക്കൊടുക്കുന്നു. അവര് പെണ്ണുങ്ങളെ ആക്രമിച്ചപ്പോൾ അവൻ ഒറ്റയ്ക്ക് പോയി 25 പേരെ കൊന്നുകളയുന്നു. ഇതറിഞ്ഞ് അവരുടെ നേതാവായ കാലമുഖൻ ഇവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. തിന്നൻ ഒരു ദിവസം തപസ്സിലിരിക്കുമ്പോൾ ശിവൻ മറ്റൊരു രൂപത്തിൽ വന്ന് തിന്നൻ അർജുനന് പുനർജന്മമാണെന്ന് പറയുന്നു. അർജുനന് മോക്ഷം കിട്ടണമെങ്കിൽ ശിവൻ എന്ന് വിളിക്കണം എന്ന് പറയുന്നു. മോക്ഷം കിട്ടാതെ തിന്നൻ നിമാലിയെ കറക്കിയെടുത്ത് കാട്ടിൽ പോയി ചില്ലാവുന്നു. ആ സമയം അവന്റെ ഗ്രാമവാസികളെ കാലമുഖൻ ആക്രമിച്ച് അവന്റെ ഡാഡിയെ കൊല്ലുന്നു. ഇതറിഞ്ഞ് തിന്നൻ ഒറ്റയ്ക്ക് പോയി അവരെ കൊല്ലുന്നു. അന്ന് ശിവരാത്രി ആയതുകൊണ്ട് നിമിലി ഗ്രാൻഡ് പരിപാടി നടത്തുകയായിരുന്നു. തിന്നൻ അവളൊന്നും തിന്നാൻ കൊടുക്കാത്തത് കൊണ്ട് അവൻ നാട് വിട്ട് വേട്ടയാടാൻ പോയി. അവൻ തിന്നാനൊന്നും കിട്ടാതെ കണ്ട് വിഷമിച്ച് ശിവൻ രുദ്ര എന്ന ആളെ ഭൂമിയിലേക്ക് അയക്കുന്നു. രുദ്ര അവനോട് ശിവ എന്ന് വിളിക്കാൻ പറയുന്നു. എന്റെ പട്ടി വിളിക്കുമെന്ന് പറഞ്ഞ് നിമാലിയുടെ അടുത്തെത്തുന്നു. പിന്നീട് നിമാലി അപകടത്തിൽപ്പെടുന്നു. അവളെ രക്ഷിക്കാൻ ഒടുവിൽ തിന്നൻ ആദ്യമായി ഉറക്കി ശിവ എന്ന് വിളിക്കുന്നു. ഉടനെ അത്ഭുതകരമായി നിമാലി തിരികെ വരുന്നു. അതോടെ തിന്നൻ പതിയെ ശിവഭക്തനായി. ഇറച്ചി വരെ ശിവന് നേർച്ചയായി വിൽക്കുന്നു അവൻ. അത് കണ്ടപ്പോൾ പൂജാരി അവനെ തല്ലുന്നു. പക്ഷെ അപ്പോൾ തന്നെ ശിവലിംഗത്തിന്റെ കണ്ണിൽ നിന്ന് ചോര വരുന്നു. അത് കണ്ട തിന്നൻ അവന്റെ കണ്ണൂരി അതിന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അടുത്ത കണ്ണിൽ നിന്ന് ചോര വന്നപ്പോൾ അവൻ മറ്റേ കണ്ണൂരി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇത് കണ്ടു നിന്ന ശിവൻ നേരിട്ട് വന്ന് പറയുന്നു, കണ്ണൂരി തന്നെ നീ പൊന്നപ്പനല്ലടാ കണ്ണപ്പനാണെന്ന്.